അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അവിടെ പോയി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഇന്ന് പഠിക്കാൻ പോണ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്: വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, ഇത് വേഗം എഴുതിയെടുത്തോളൂ. വാട്ട് ഈസ് ദ റിലേഷൻ, എന്താണ് ഇത് റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. വേഗം എഴുതിയെടുക്കുക, ഈ സാധനം ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്: ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഇതിവിടെ എഴുതാൻ സ്ഥലത്താണ്, മേലോട്ട് എഴുതിയാട്ടോ, അത് എഴുതിയെടുക്കണം. ആസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഡിക്രീസസ്. എന്താ നോക്കിക്കോളി, ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഡിക്രീസസ്. ആ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വേഗത അത് ഡിക്രീസ് ചെയ്യും, കുറയും. അതായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതായത് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കണത്. അപ്പൊ ആൻസർ ഇതാ: ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇൻക്രീസസ്. ഒരു മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ അതേ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും, ഡിക്രീസ് ചെയ്യും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇതാ: റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയും സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുകയും ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുകയാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുകയും ചെയ്യും. അത് ഇതേ സാധനം, ഇത്രയുള്ള സാധനം നമ്മളൊന്ന് ചെറുതാക്കി ഇവിടെ എഴുതിയതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ അവിടെ: ഇഫ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ എ മീഡിയം ഈസ് 1.5 into 10⁸ meter per second. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇത് നമുക്ക് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക നോക്കാം. ഇഫ് ദ സ്പീഡ് ഓഫ് ദ മീഡിയം, ഒരു മീഡിയത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് 1.5 into 10⁸ meter per second ആണെങ്കിൽ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതാ ഇക്വേഷൻ. 3 into 10⁸ meter per second ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. അതിൽ വരുന്ന ഇത് കോമൺ ആണ്. ഏതാണ്? നമ്മുടെ വേക്കത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റും അത് വെച്ചാണ് നമ്മൾ നോക്കുക. ഇത് വേക്കത്തിലാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നാണ് ഓൾറെഡി തന്നത് നമ്മൾ ഇവിടേക്ക് ഇട്ടു. ഇത് രണ്ടും തമ്മിൽ ബൈ ചെയ്യാം. ഇത് രണ്ടും ബൈ ചെയ്താൽ ഈസ് ഈക്വൽ ടു 2 ഇവിടെ ചെയ്താണ്. അതായത് ഇതിലൊരു വട്ടി, ഇനി ഇത് രണ്ടും അല്ലേ, ഇത് നമ്മൾ ചെയ്താൽ പോരെ. പിന്നെ ഇത് രണ്ടും ബൈ ചെയ്തു, ഇങ്ങനെ ഈസ് ഈക്വൽ ടു 2 ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുക? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 2 കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 2. അത് പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ 2 കിട്ടുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഈ പറയുന്നത്. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡയമണ്ട് ഈസ് 2.4 ആണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇത് നേരെ തിരിച്ചു തന്നെ. നേരത്തെ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ് തന്നിരുന്നെങ്കിൽ, ഇപ്പം നമുക്ക് തന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് കാണാനാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം.
2.4 is equal to 3 into 10 raised to 8 by V. VV. അപ്പോൾ 2.4 ഇൻറ്റു വി is equal to 3 into 10 raised to 8. അപ്പോൾ വി is equal to, അപ്പോൾ ഇതായി വി നേരെ ഇങ്ങോട്ട് ഇട്ടു, ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ വി is equal to 3 into 10 raised to 8 by 2.4 വരിക. ബൈ 2.4 ആണ് വരിക. അപ്പോൾ വി is equal to 3 into 10 raised to 8 by 2.4. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇങ്ങനെ കണ്ടോ, ഇതവിടെ പോയിന്റ് ഇല്ലേ, ഇതാ ഇവിടത്തേത് ഇൻറ്റു 10 ഇങ്ങോട്ട് തന്നെ വരും, ഇത് ഇൻറ്റു 10 ഇങ്ങോട്ടേക്ക് ഇട്ടതാണ്. അപ്പോൾ ഇതാ വി is equal to 1.25 ഇൻറ്റു 10 raised to 8 meter per second. അപ്പോൾ നമ്മളിതാ ഇത് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. 30 by 24 1.25 ഇൻറ്റു 10 raised to 8 meter per second. അപ്പോൾ ഇവിടെ ഇത് ഹരിച്ചു. അപ്പോൾ ഇത് ഹരിച്ച് നമ്മൾ നേരത്തെ സാധനമൊക്കെ ഹരിച്ചപ്പം നമുക്ക് കിട്ടിയത് 1.25 ആണ്. അപ്പോൾ വി എത്ര കിട്ടി, വി എത്രയാണ് 1.25 കിട്ടി. അപ്പം അതേ ഇൻറ്റു 10 raised to 8 meter per second നമ്മൾ ചെയ്യണം. അതാണ് ഇതിൻ്റെ ചെയ്യേണ്ടല്ലോ, അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോറി, അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ സ്പീഡ് ഓഫ് ലൈറ്റ് വി, സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ് കിട്ടി, 1.25 ഇൻറ്റു 10 raised to 8 meter per second ആണ് കിട്ടുക. ആൻസർ ഇതാ. ഇനി അടുത്ത ഭാഗം അവിടെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ലോസ് ഓഫ് റിഫ്രാക്ഷനാ. നമ്മൾ ഇന്നലെ ഇതേപോലെ സാധനം പഠിച്ചത് എന്താണ്, കണ്ടീഷൻസ്. അപ്പോൾ കണ്ടീഷൻസ് എന്താണെന്ന് ചോദിക്കും, ലോസ് ഓഫ് റിഫ്രാക്ഷനും ചോദിക്കും. അപ്പോൾ നമ്മൾ കണ്ടീഷനെ വിചാരിച്ച് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എഴുതിക്കണ്ട. കണ്ടീഷൻ ഓഫ് റിഫ്രാക്ഷൻ വേറെയും ലോസ് ഓഫ് റിഫ്രാക്ഷൻ വേറെയാണ്, രണ്ടാണ്. അപ്പോൾ ഇത് വേറെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പഠിക്കാണ്ട് ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം, വെൻ ലൈറ്റ് ഒരു ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇൻസിഡൻറ്റ് റേ, ഒരു മീഡിയത്തിൽ നിന്ന് ഇൻസിഡൻറ്റ് റേയിലേക്ക്, അത് മറ്റൊരു ഇൻസിഡൻറ്റ് റേയിലേക്ക് വരികയാണ്. ദ റിഫ്രാക്റ്റഡ് റേ, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്. റിഫ്രാക്റ്റഡ് റേ എന്താണെന്നും ഇൻസിഡൻറ്റ് റേ എന്താണെന്നും ഒരു മീഡിയത്തിൽ നിന്ന് വരുന്ന ഇതൊക്കെ നമ്മൾ ചിത്രം വരച്ച് ഇന്നലെ പഠിച്ചതാണ്. കാണാത്തൊരു ഇന്നലത്തെ വീഡിയോ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സാധനം എന്നൊക്കെ. ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ, നോർമലൊക്കെ ഇന്നലെ പഠിപ്പിച്ചാണ്. ആൻഡ് ദ നോർമൽ at the point of incidence will be on the same plane. ഇതൊക്കെ ഒരു സെയിം പ്ലെയിനിലാണ് വരിക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം one medium to another incident ray, the refracted ray and the normal at the point of incidence will be on the same plane. ഒരേ ഇതിലുണ്ടാവുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇത് ലോസ് ആണല്ലോ, ഇതിൻ്റെ റിഫ്രാക്ഷൻ്റെ ലോസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ഈ ലോസിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് നമുക്ക് പറയുന്നത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. ഇത് നോർമലിലേക്ക് അടുത്താവും ചെയ്യുക, ടുവാർഡ്സ് ദ നോർമൽ ആവും വരിക. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. അത് നമ്മളെ ലൈറ്റ് ഒരു ഇതിലേക്ക് എൻ്റർ ചെയ്യും, എന്തിലേക്ക്, ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് നമ്മൾ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം അത് ഡീവിയേറ്റ് ചെരിയും അല്ലെങ്കിൽ അടുക്കും. എങ്ങോട്ട് അടുക്കുക, ടുവാർഡ്സ് ദ നോർമൽ, നോർമലിൻ്റെ അടുത്തിലേക്കാണ് അത് അടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിലെ ഈ അടുത്ത പോയിന്റ് പറയുന്നത് ഇതാണ്. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഇവിടെ റെയറർ മീഡിയത്തിലേക്ക് ആണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു ഒപ്റ്റിക്കലി റെയറർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഇവിടത്തെ സെയിം സാധനം നേരെ എല്ലാ സാധനവും ഓപ്പോസിറ്റ് ആക്കി ഇങ്ങോട്ടേക്ക് എഴുതിയാൽ മതി. ഇവിടെ വെൻ ലൈറ്റ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ആണെങ്കിൽ ഇവിടെ ഡെൻസർ മീഡിയം ആണ്.
അപ്പം ടു ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തേക്കാണ് ഇത് പോണതെങ്കിൽ ഇവിടെ റെയറർ മീഡിയത്തേക്കാണ് പോണത്. ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ ആണ് ഇവിടെ എങ്കിൽ ഇവിടെ ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. നമ്മുടെ അടുത്ത ലോ എന്ന് പറയുന്നത് ഇതാണ്. എ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. എ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് ദ സർഫസ് ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതാ റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് ലാബ്. ഒരു ഗ്ലാസിൻ്റെ ഇതിൽ റിഫ്രാക്ഷൻ നടക്കുകയാണ്, ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാ എയറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ടോർച്ച് അടിക്കുന്നു, ഇവിടെ ഒരു നോർമൽ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നേരെ ഇങ്ങനെ താഴോട്ടേക്കാണ്. അതാ ഈ നോർമലിൽ നിന്ന് വിട്ടു പോകുന്നു, ഇവിടെ നോർമലിലേക്ക് അടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എയർന്ന് അടിക്കുന്നു. പിന്നെ ഇവിടെ ഈ ഗ്ലാസിൻ്റെ സ്ലാബാണ് കേട്ടോ, ഇത് ഗ്ലാസിൻ്റെ സ്ലാബാണ്. ഗ്ലാസ് സ്ലാബിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ ഇവിടെ നോർമൽ വിട്ടു പോവുക. ഇത് നോക്കണ്ട, ഇത് തെറ്റാണ്, ഞാൻ ഇവിടെ തെറ്റിട്ടിന്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് പോവുക. ഇവിടെ നോർമൽ വരച്ചാണ്, നോർമലിൽ നിന്ന് വിട്ടു പോകുന്നു, ഇവിടെ നോർമലിലേക്ക് അടുക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം ഇവിടെ നമ്മളെ ചാപ്റ്റർ ഏകദേശമൊക്കെ ഒന്ന് കഴിയാനാണ്. അടുത്ത ഭാഗം അവിടെ റിഫ്രാക്ഷൻ ഇൻ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്. നമ്മളെ സ്ഥിരം ഇതിലുള്ള ഒരു റിഫ്രാക്ഷനാണ്. നമ്മളെ സ്ഥിരം ലൈഫിലൊക്കെ ഉള്ള ഒരു റിഫ്രാക്ഷനാണ്. നമ്മൾ സ്ഥിരം ചെയ്യണ റിഫ്രാക്ഷൻസ് ഏതൊക്കെ നോക്കാം. ദ ലെറ്റേഴ്സ് ഇൻ ടെക്സ്റ്റ് ബുക്ക് സീംഡ് ടു ബി ഹയർ ലുക്കിംഗ് ടു ദ ഗ്ലാസ് സ്ലാബ്. നമ്മളൊരു ഗ്ലാസിൻ്റെ സ്ലാബിലൂടെയൊക്കെ നോക്കുമ്പം, അത് ഗ്ലാസിൻ്റെ സ്ലാബിലൂടെയും ഗ്ലാസിൻ്റെ ഇതിലൂടെയൊക്കെ നോക്കുമ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത് നമ്മളെ ലെറ്ററുകളൊക്കെ വലുതായിട്ട് നമുക്ക് കാണുന്ന പോലെ തോന്നുക, അതൊക്കെ ഈ റിഫ്രാക്ഷനായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ റിഫ്രാക്ഷനാണ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ദ ബോട്ടം ഓഫ് എ വാട്ടർ ബോഡി ഇറ്റ് സീംഡ് ടു ബി ഹയർ ലുക്കിംഗ് ഫ്രം എ ലോങ്ങർ ഡിസ്റ്റൻസ് ദെൻ നിയറർ. നമ്മളിപ്പം ഒരു കുളത്തിലോ ഒരു കനാലിലേക്കൊക്കെ നമ്മളിപ്പം നോക്കുമ്പം അതിലെ മീനൊക്കെ നമുക്ക് വലുതായിട്ട്, ഒരു ഉദാഹരണം പറയുന്നത് നമ്മളെ വീട്ടിലെ അക്വേറിയത്തൊക്കെ മീനിനെ നമുക്ക് വലുതാക്കി തോന്നുക, അങ്ങനെയൊക്കെ അതിനെ കുറച്ചും കൂടി അടുത്തേക്ക് തോന്നുകയാണെങ്കിൽ അത് ഇതാണ് റിഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം മൂന്നാമത്തെ, ഒരാൾ ഇവിടെ നിൽക്കുക, അയാൾ ഇവിടെ നിന്ന് നോക്കുമ്പം മീൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക, മീൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുക, ഈ ഭാഗത്ത് എവിടെയെങ്കിലാ. പക്ഷേ ഇയാൾ കാണുന്നത് ചെയ്യുക ഇവിടെ നേരെ വെച്ച ഇവിടെ ഉണ്ടാവുക സാധനം, പക്ഷെ ഇയാൾ കാണുക ഇവിടെയാണ് കുറച്ചും കൂടി അടുത്തേക്കായിട്ട്. ഇത് കുറച്ചും കൂടി അടുത്തായിട്ടും വലുതായിട്ടൊക്കെ കാണുള്ളൂ. കാരണം സാധനം കുറേ ലോങ്ങിലൊക്കെ ആവും, പക്ഷെ കാണുമ്പോൾ വലിയൊരു മീനൊക്കെ ആയിട്ട് ഇയാൾക്ക് കാണും. അതെ, ഇയാൾക്കല്ല എല്ലാവർക്കും, ചിലർക്കൊക്കെ കാണും എങ്ങനെയാണ്. അതിൻ്റെ പേരാണ് റിഫ്രാക്ഷൻ. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. നമ്മൾ ദിവസം കാണുന്ന സ്റ്റാറാണ് സ്റ്റാർ. നമ്മളിവിടെ ഇത് ഭൂമി കേട്ടോ, ഈ കാണുന്നത് ഭൂമി, ഈ ഏറ്റവും അടുത്ത സെമി സർക്കിളാണ് നമ്മുടെ ഭൂമിൻ്റെ പകുതി കേട്ടോ, ഭൂമിൻ്റെ പകുതി. അപ്പോൾ ആക്ച്വൽ പൊസിഷൻ ഓഫ് സ്റ്റാർ, ഇതിപ്പം നമ്മളെ വായുവിലുള്ള കുറേ ഇതിൽ കൂടെയൊക്കെ വന്ന് മേഘത്തിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ കാണുക. ഇത് ബഹിരാകാശത്ത് ലോങ്ങിലുള്ള സാധനമല്ലേ. ആക്ച്വൽ പൊസിഷൻ ഇവിടെയാണെങ്കിൽ നമ്മൾ കാണുക നേരെ ഇവിടെ, അപ്പാരൻ്റ് പൊസിഷൻ സ്റ്റാർ ഇവിടെ നമ്മൾ കാണുക. ഇവിടെ ഉള്ള സാധനത്തിന് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടേക്ക് കാണുള്ളൂ. അതിൻ്റെ പേരെന്താണ്? റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫെറിക് റിഫ്രാക്ഷൻ. ഈ ചിത്രം വരച്ചോളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ് ഇത്. വരയ്ക്കാം, വേണ്ടവർക്ക് വരയ്ക്കാം, ആവശ്യം വരും. പിന്നെ അടുത്ത സാധനം, അടുത്ത പോയിന്റ് സ്റ്റാർസ് അപ്പിയർ ആസ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ബിക്കോസ് they are attained compared to planet. Stars appear as point source of light because they are attained compared to planet. പിന്നെ അടുത്ത പോയിന്റ്
ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റാർസ് റീച്ചസ് ഓൺ അവർ ഐസ്. സ്റ്റാറിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് തട്ടുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ത്രൂ വിച്ച് ദ ലൈറ്റ് റിഫ്ലക്റ്റ് goes on changing as to physical condition. The optical density of the medium, ഒരു മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ത്രൂ വിച്ച് ദ ലൈറ്റ് റിഫ്ലക്റ്റ്, ഏത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൂടെയാണോ ഗോസ് ഓൺ പോകുന്നത്, ചേഞ്ചിങ് ആസ് ദ ഫിസിക്കൽ കണ്ടീഷൻ, അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മാറും. ഉദാഹരണം പ്രഷർ, ടെമ്പറേച്ചർ, ഈ കാര്യങ്ങൾ എക്സെട്ര, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചേഞ്ച് ആവും. ഓഫ് ദ ലെയേഴ്സ് ഇതാ ഇങ്ങനെ കുറേ ലെയേഴ്സ് ഇല്ലേ, ഇത് കൂടെ പോകുമ്പോൾ കുറേ ലെയേഴ്സ് കൂടെയൊക്കെ പോകുമ്പം ഇത് ചേഞ്ച് ആവും. നമ്മളെ നേരത്തെ കാണിച്ച ചിത്രമൊക്കെ ഒന്ന് നമ്മൾ വിശദീകരിച്ച് എഴുതിയാണ് ലെയേഴ്സിലൂടെ പോകുമ്പം. അപ്പം ചേഞ്ച് കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവും. കണ്ടിന്യൂസ്ലി ചേഞ്ച്. ഹെൻസ് ദ ലൈറ്റ് അണ്ടർഗോസ് ഇറിഗുലർ റിഫ്രാക്ഷൻ. ഇതാണ് ഇത് അണ്ടർഗോസ്. ദ ലൈറ്റ് അണ്ടർഗോസ് ഇറഗുലർ റിഫ്രാക്ഷൻ. ലൈറ്റ് ഇറഗുലർ റിഫ്രാക്ഷന് കാരണമാകും. അടുത്ത പോയിന്റ് ഇതാ അവിടെ. അടുത്ത പോയിന്റ് ലൈറ്റ് റേസ് ഫ്രം ദ സ്റ്റാർസ് റീച്ചസ് ദ ഐസ് ആഫ്റ്റർ സെവറൽ തിങ്സ്. കുറച്ച് കാര്യങ്ങൾക്ക് ശേഷമാവും നമ്മളെ കണ്ണിലേക്ക് ഈ സ്റ്റാറിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് എത്തുക. ദ സ്റ്റാർ കനോട്ട് ബി സീൻ കണ്ടിന്യൂസ്ലി അറ്റ് സെയിം പൊസിഷൻ. ഒരിക്കലും നമുക്ക് നമ്മുടെ സ്റ്റാർ ഒരേ പൊസിഷനിൽ ഇരുന്ന് കാണാൻ പറ്റൂല. സ്റ്റാർ ദിസ് ഈസ് ദ റീസൺ ടു സ്റ്റാർ ബിംഗ്ലിംഗ്. സ്റ്റാർ നമുക്ക് ഇങ്ങനെ തിളങ്ങണതൊക്കെ ആയിട്ട് തോന്നും. അതിന് കാരണം എന്താ, ഈ ലൈറ്റ് റേസ് വരുന്ന സ്റ്റാർ നേരെ നമ്മളെ കണ്ണിക്ക് വരില്ല. അത് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാവും വരിക. അതിന് ഇതെന്താണ്, ഈ സ്റ്റാർ ഒരേ സ്ഥലത്ത് തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. ഇങ്ങനെ കുറച്ചും കൊണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ കളിച്ചു. അപ്പോൾ അതെന്ത് ചെയ്യും, അത് നമുക്ക് തിളങ്ങും, ഇങ്ങനെ ബിംഗ്ലിങ് ചെയ്യും പോലെ തോന്നും. സ്റ്റാർ തിളങ്ങും പോലെ ഇങ്ങനെ തോന്നും. അതിന് കാരണം സ്റ്റാർ ഒരേ സൈഡ് ഇങ്ങനെ ആടിയൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇളകി കളിക്കും. അത് ഇവിടെ നിന്ന് സ്റ്റാർ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ തിളങ്ങി കളിക്കും പോലെ നമുക്ക് തോന്നും. പിന്നെ അടുത്ത ഭാഗതാ ക്രിറ്റിക്കൽ ആംഗിൾ. എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്നാണ് പഠിക്കാൻ പോണത്. വെൻ എ റേ ഓഫ് ലൈറ്റ് enters from an optically denser medium to a rarer medium, the angle of incidence at which the angle of refraction. When a ray of light enters from an optically denser medium to a rarer medium, the angle of incidence at which the angle of refraction. അടുത്ത പോയിന്റ് ഇതാ, ഇൻ എ ഗ്ലാസ് എയർ പെയർ ക്രിറ്റിക്കൽ, ഗ്ലാസും എയറും തമ്മിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാ, 42 ഡിഗ്രി. എഴുതി വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് സാധനമാണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. ഗ്ലാസും എയറും തമ്മിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ, ഗ്ലാസും എയറും തമ്മിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ 42 ഡിഗ്രി. ഗ്ലാസും എയറും തമ്മിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ 42 ഡിഗ്രി. എഴുതി മാർക്ക് ചെയ്ത് എഴുതി വെച്ചോളൂ. പിന്നെ ഇൻ ദ വാട്ടറും എയറും തമ്മിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ, വാട്ടറും എയറും തമ്മിലതാ 48.6 ഡിഗ്രിയാണ്. ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് എഴുതി വെച്ചോളൂ. സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. എന്താണ്, വാട്ടറിൻ്റെ എയറിൻ്റെയും ക്രിറ്റിക്കൽ ആംഗിൾ എത്ര, അല്ലെങ്കിൽ 48.6 ഡിഗ്രി ഏതിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയും എയറിൻ്റെയും ക്രിറ്റിക്കൽ ആംഗിൾ എത്ര, 42 ഡിഗ്രി. 42 ഡിഗ്രി ഏതിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്, ഗ്ലാസിൻ്റെയും എയറിൻ്റെയും ക്രിറ്റിക്കൽ ആംഗിൾ ആണ് 42 ഡിഗ്രി. വാട്ടറിൻ്റെയും എയറിൻ്റെയും ക്രിറ്റിക്കൽ ആംഗിൾ ആണ് 48.6 ഡിഗ്രി. മാർക്ക് ചെയ്ത് വെച്ചോളൂ, എഴുതി വെച്ചോളൂ. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ പോർഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആട്ടോ, റിഫ്രാക്ഷൻ അല്ല, അറിയാം എഴുതി പോയതാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ.
റിഫ്ലക്റ്റ് ചെയ്യൂല ആ സാധനം. പിന്നെ അതാ ഇത്ര നമുക്ക് പഠിക്കാണ്ട്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആക്കി ഷോർട്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളൊക്കെ ഒന്ന് എഴുതിയെന്നുള്ളൂ. ഇത്രയും വലിച്ചു നീട്ടി എഴുതിയും വേണ്ട. ഇതിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇതൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള പോലെ ചുരുക്കി ആവശ്യത്തിനുള്ള രീതിയിൽ ഇരുന്ന് എഴുതാം. അപ്പം പറഞ്ഞുതരാം. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഫ്രം എ ഇവിടെ നോക്കണ്ട, ഇതൊക്കെ വിട്ടിട്ട് കളഞ്ഞ സാധനം ഇവിടെ നോക്കിയാൽ മതി. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. ഒരു ലൈറ്റ് റേ അത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്തു. ഈ ഒരു ഭാഗം നോക്കിയോളേ. ഈ പറഞ്ഞ ഭാഗം ഒന്ന് വേഗം പഠിക്കാം. വെൻ എ റേ ഇത് മനസ്സിലാക്കി പഠിച്ചാൽ വേഗം നമുക്ക് ഈ ചാപ്റ്റർ വേഗം പഠിച്ചു തീർക്കാമെന്നുള്ളൂ. വളരെ സുഖമുള്ള ചാപ്റ്ററാണ്. നമുക്ക് അറിയണ ചാപ്റ്ററും കൂടി ആണ്. വേഗം തീർക്കുക, മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളൂ. വെൻ എ റേ ഓഫ് ലൈറ്റ് ഒരു ലൈറ്റിൻ്റെ റേ നമുക്ക് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് കയറി. അത്രയേ ഉള്ളൂ. ഒരു ലൈറ്റ് റേ അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക് മാറി. ഈ ഡെൻസർ എന്താ റെയർ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. നമ്മളെ ക്ലാസ് കറക്റ്റ് രീതിയിൽ കേട്ടാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തറവാവും, തലയിൽ കയറി ഒത്തിരുന്നോളൂ. പിന്നെ അടുത്ത പോയിന്റ്. ഈ ഒരു 2 വരി നമ്മൾ തീർത്തു. ഇത് മനസ്സിലായല്ലോ. ഡെൻസറിന്ന് റെയറിലേക്ക് ഒരു ലൈറ്റിൻ്റെ റേ അങ്ങ് കയറി. ഇനി അടുത്ത് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ. ക്രിറ്റിക്കൽ ആംഗിളിനെക്കാട്ടിയും ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഗ്രേറ്റർ ദാൻ ആയിരുന്നു. പിന്നെ ദ റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് കംപ്ലീറ്റ്ലി. റേ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി ടു ദ സെയിം മീഡിയം വിത്തൗട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ. ദ സെയിം മീഡിയം വിത്തൗട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ. The ray is reflected back completely to the same medium without undergo refraction. This is called total internal reflection. ഈ സാധനത്തിന് പറയുന്ന പേരാണ് നമ്മൾ ഈ 2-3 മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പേരാണ് ദിസ് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അധികം ഒന്നുമില്ല. ഈ 2-3 ഇത് നമ്മൾ പഠിച്ചു. പിന്നെ അതാ ഈ 2 ഇതുള്ളൂ. ഇത് ഇത്ര ഭാഗം നമ്മൾ പഠിച്ചു തീർത്താം. ഇത്രയൊന്നുമില്ല. ഇത് വിട്ടിട്ട് കളഞ്ഞ കുറേ ഭാഗങ്ങളുടെ നോക്ക് തന്നെ വേണ്ട. പിന്നെ അതാ നമുക്ക് ആകെ 3 വരിയേ ഉള്ളൂ, 2 വരിയേ ഉള്ളൂ. ഇത് നമുക്ക് പഠിക്കാനുള്ളില്ല. ഇതിൻ്റെ പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാലോ. അത് വിട്ട്. പിന്നെ അതാ ഈ 2 എണ്ണം. The ray is reflected back completely to the same medium without undergoing refraction. ഇതൊന്ന് നന്നായി പഠിക്കാനുള്ളൂ. ഇതിന് കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചാൽ നല്ല തറാക്കി വെച്ചാൽ നല്ല സുഖമാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് പോയാലോ. എക്സാമ്പിൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്രിറ്റിക്കലിൻ്റെ ഇതെന്താ, ഇവിടേന്ന് കൂടേന്ന് ഇങ്ങനെ അടിക്കുന്നു, ഇത് വിട്ടു പോകുന്നു. ഇതിൻ്റെ പേരാണ്, അതിൻ്റെ പേരൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം, അടക്കട്ടെ. പിന്നെ അടുത്ത് ഇതാ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഉണ്ട് പറഞ്ഞു തന്നാലോ. ഇവൻ്റെ പേര് റിഫ്രാക്ഷൻ. നോക്കി വെച്ചോളി. ഈ ചെങ്ങൈൻ്റെ പേരാണ് റിഫ്രാക്ഷൻ. ഇവിടെ നിന്ന് വന്നാലും ഇവിടെ നിന്ന് വന്നാലും പോണ ഈ സാധനത്തിൻ്റെ പേര് റിഫ്രാക്ഷൻ എന്നാണ്. കൂടിയെന്ന് കുറഞ്ഞേക്ക് പോയാലും കുറഞ്ഞേന്ന് കൂടിയേക്ക് പോയാലും ഡെൻസറിന്ന് റെയർക്ക് പോയാലും റെയറിന്ന് ഡെൻസറിന് പോയാലും എങ്ങനെ പോയാലും ഈ ഒരു ഇങ്ങനെ വന്നാൽ ഈ ഏരോമാർക്ക് അങ്ങോട്ട് പോയാലും ഈ ഏരോമാർക്ക് ഇങ്ങോട്ട് വന്നാലും ഇങ്ങനെ ഈ ഒരു സാധനം കണ്ടങ്ങളെ നോക്കിയോളൂ. ഇതിൻ്റെ പേരാണ് റിഫ്രാക്ഷൻ. പിന്നെതാ അടുത്ത് ഇത് എക്സാമ്പിൾ ഗ്ലാസ്സിൽ വെച്ചാട്ടോ കാണിക്കണേ. ഗ്ലാസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ. എയറും ഗ്ലാസും തമ്മിലുള്ള ഇതാണ് നമ്മൾ എക്സാമ്പിൾ വെച്ചത്. പിന്നെ അടുത്തതാ ഇതിൻ്റെ പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ. ഇതാ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ക്രിറ്റിക്കലായി മരിച്ചു കിടക്കുകയാണ്. ഗ്ലാസ് ഇതാ ഇങ്ങനെ പോയിട്ട് നേരെ മരിച്ചു കിടക്കുന്ന പോലെ നേരെ ഇതാ ക്രിറ്റിക്കൽ ആംഗിൾ ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച സാധനം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതാ ഇങ്ങനെ ഇവിടെ നിൽക്കൂല, അങ്ങോട്ടൊന്നും പോവില്ല, തട്ടി തെറിച്ച് ഒറ്റ പോക്കാം. അതാണിത്. കണ്ടോളി ഇത് അവിടെ ഉണ്ട്. എൻ്റെ പേര് റിഫ്രാക്ഷൻ. ബീൻ്റെ പേര് ഇതാ എ ബി എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചാണ്, ABC.
ബിൻ്റെ പേര് ക്രിറ്റിക്കൽ ആംഗിൾ, സിൻ്റെ പേര് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ചിത്രം കണ്ട് വരച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഏത് രാത്രി വന്ന് ചോദിച്ചാലും നമുക്കിത് ഉറക്കത്തിൽ നിന്ന് എണീച്ച് പറയാൻ കഴിയണം. സിമ്പിൾ ഐറ്റമാണ്. പിന്നെ നമുക്ക് ഇതാ അടുത്ത പേജിലും പഠിക്കാനൊക്കെ ഉണ്ട്. നല്ല കഴിയാനായി നമുക്ക് ലെറ്റർ സക്സസ് ആണ് അടുത്ത പേജിലുള്ള. അതിന് മുന്നേ ഒരു ഐറ്റം പഠിക്കാണ്ട് അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാം, അല്ലെങ്കിൽ ഇതിൽ നോക്കിയിട്ടും പഠിക്കാം. ലെറ്റർ സക്സസിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിന് മുന്നേ ഈ ഒരു ഐറ്റം പഠിക്കാണ്ട് കേട്ടോ. ഇതല്ല എവിടെ പോയി അത് തന്നെ റിഫ്ലക്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് പഠിക്കണേ. റിഫ്ലക്റ്റർ നമ്മളെ സൈക്കിൾ റിഫ്ലക്റ്റർ, ബൈക്കിലൊക്കെ ഉണ്ടാവും ഒരു ചെറിയ റിഫ്ലക്റ്റർ. ഈ ചുവപ്പ് കളറിലും വെള്ള കളറിലും ഒക്കെ ഉള്ള, യെല്ലോ കളറിലൊക്കെ ഉള്ള. പിന്നെ പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എഴുതി വെച്ചതാണ്. ഇത് വേണമെങ്കിൽ ഇതൊന്നും പഠിക്കുക, അല്ലെങ്കിൽ ഇതാ ടെക്സ്റ്റ് ബുക്കിലുണ്ട് സാധനം. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റും നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ സുഖം എന്ന് വെച്ചാൽ അത് നോക്കി പഠിക്കുന്നതാവും കുറച്ചും കൂടി നല്ലതെന്ന് നോക്കി പറയാനുള്ളത്. ഇതാ പേജ് നമ്പർ നോക്കിയോളി. പേജ് നമ്പർ 21 ഈ കാണുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇവിടെ റിഫ്ലക്റ്റർ എന്ന് കൊടുത്തത് കണ്ടോ. റിഫ്ലക്റ്റർ അതിൻ്റെ ഈ ഒരു ഇത്ര ഭാഗം. പിന്നെ പെരിസ്കോപ്പ് വളരെ കുറച്ചുള്ളൂ. ഇത് നമുക്ക് ഇപ്പം തന്നെ ഇത് പഠിക്കാം. പിന്നെ അടുത്ത ഒപ്റ്റിക്കൽ ഫൈബർ ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത പേജ്, അതായത് 22ാമത്തെ പേജിലെ മേലെയും കുറച്ചുണ്ട് കേട്ടോ ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പം ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് വേണ്ട പോയിന്റ്, നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള പോയിന്റ് ഏതാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്കി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയതാണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചത്. അതായത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല തോന്നുകയാണ്, നിങ്ങൾക്ക് വേറെയാണ് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇമ്പോർട്ടൻ്റ് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണ് സുഖം എന്ന് വെച്ചാൽ അതെടുത്ത് പഠിച്ചോളൂ. ഞാൻ പറഞ്ഞു തരണത് തന്നെ പഠിക്കണം ഒരു ഇതില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഇതിൽ ഏതാണോ, ഏത് സെൻറ്റൻസ് ആണോ പഠിക്കാൻ സുഖം, ഏതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നണത് ഒന്ന് നോക്കിയോളൂ. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇതിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചത്. ഈ കളർ ചെയ്തത് ഈ ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങൾ. അടുത്തത് പെരിസ്കോപ്പിൽ ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. കാരണം യു ആർ ഫെമിലിയർ വിത്ത് പെരിസ്കോപ്പ് മെയ്ഡ് ഇൻ മിറേഴ്സ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല. മിറർ വെച്ചാണ് പെരിസ്കോപ്പ് ഉണ്ടാക്കാൻ ആർക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട്. അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആക്കി കൊടുത്തില്ല. പിന്നെ ഒബ്സർവ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻ ഫിഗർ 1.23 എന്ന് പറഞ്ഞാൽ അതെന്തിനാ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ കളഞ്ഞു. പിന്നെ ബേസ്ഡ് ഓൺ ദ ഫിഗർ എക്സാമിൻ ദ പ്രിസംസ് യൂസ്ഡ് ഇൻ പെരിസ്കോപ്പ് ആൻഡ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. അത് നമുക്ക് തന്നൊരു ഹോംവർക്കാണ് ഒരു നമ്മളെ നോട്ട്ബുക്കിൽ എഴുതാനുള്ളതാണ് ഇത്രയും ഈ 3 നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് പിന്നെ ആവശ്യമുണ്ട് തോന്നിയോണ്ടാണ് എഴുതിയത്. പെരിസ്കോപ്പ് ആർ ആൾസോ മെയ്ഡ് യൂസിങ് പ്രിസംസ് ടു ഇൻക്രീസ് ദ വിഷ്വൽ ക്ലാരിറ്റി. ഇത് ഇങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കളഞ്ഞിട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി മാത്രം പഠിച്ചാൽ എക്സാമിന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലും ഞാൻ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് എഴുതിയത്. ഇതിൽ നിങ്ങൾക്ക് ഈ കളഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ എനിക്ക് അറിയുന്നതായതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത്. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഹാവ് യു ഒബ്സർവ്ഡ് റിഫ്ലക്റ്റർ in the tail lamps of vehicles? A large number of small prisms are fixed inside them. Figure 1.22. ഇവിടെ കാണുന്ന ഈ സാധനം. How does ray of light incidence on a prism get reflected? It can be explained on the basis of critical angle of glass. പിന്നെ ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് എത്തി. The light ray incidence normally on the side PQ dot, hence there is no refraction. You know that critical angle of glass is 42 degree. The glassന്റെ critical angle 42 degree.
നേരത്തെ എഴുതിച്ചോറാണെങ്കിൽ എഴുതണ്ട. The angle of incidence at A and B is 45 degree. Hence, the light falling on A undergoes total internal reflection and reaches B. There it undergoes total internal reflection again and comes out of the reflector as shown in the figure. Doesn't the same process happen in the prisms in the reflector as well? അപ്പം ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എനിക്ക് എഴുതാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നിന്ന് പോയിന്റ് ആക്കി എഴുതാം. ഇതായി ചിത്രം നോക്കൂ, ഈ ഫിഗർ നോക്കൂ എന്നുള്ളതൊക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ പോയിന്റ് ആക്കി എഴുതി പഠിക്കാവുന്നതുമാണ്. പിന്നെ ഈ സൈഡത്തെ പിക്ചറൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചോണ്ട് കേട്ടോ, അതും നമുക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാകും. പെരിസ്കോപ്പ് നമ്മൾ നോക്കിയതാണ്. നമ്മളിപ്പോൾ നേരത്തെ പെരിസ്കോപ്പ് പഠിച്ചതല്ലേ. അപ്പോൾ ഇനി ഒപ്റ്റിക്കൽ ഫൈബർക്ക് നേരെ പോവാം. നമ്മൾ ഫസ്റ്റ് പെരിസ്കോപ്പ് പഠിച്ചിട്ടാണ് നേരെ മേലോട്ട് പോയത്. ഇനി നേരെ താഴോട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അതിനെയാണ് ഇനി പഠിക്കാനുള്ള ഐറ്റം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. The invention of optical fibers brought about the revolutionary changes in the field of telecommunications. ആയ കിട്ടാത്ത പേര്. ടെലകമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് തോന്നണേ. അപ്പം നമുക്ക് പഠിക്കല്ലേ. അപ്പോൾ ദാ ഫസ്റ്റത്തെ വരി നോക്കി. The invention of optical fibers brought about revolutionary changes in the field of telecommunications. പിന്നെ അടുത്ത ഭാഗം. You have already learned how total internal reflection of light is made use of an optical fibers, അതായത് cables, OFC എന്നതിന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചോളൂ. Based on this phenomenon, communication signals, optical signals also travel through optical fibers from a light ray. Thousands of optical signals can be sent simultaneously through a signal cable without the loss of intensity. Such as signals can be sent. ഇതായത് ഈ വയർ കേട്ടോ, ഇതാണ് ഇത് പറഞ്ഞ സാധനം. ഈ വയറിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്. നമ്മൾ ഈ ടി വിൻ്റെ കേബിൾ കൊടുക്കുമ്പോൾ ഒരു വയർ തരുമല്ലോ, ഒരു കേബിൾ കൊടുക്കുമല്ലോ വയറ്, അത് ഇതേ സെയിം സാധനമാണ്. ഇതിൻ്റെ അകത്തൊരു ചെറിയ വൈറ്റ് കളറിലൊക്കെ ചെറിയ നൂല് പോലെ ഒരു സംഭവം ഉണ്ടാവും. അതാണ് ഇവർ പറഞ്ഞ ഈ ചെറിയൊരു സാധനം. ഇതിൻ്റെ വയറ് ഒരു പറഞ്ഞല്ലോ, ചെറിയൊരു വയറിലൂടെയാണ് നേരെ എവിടെയും ഇത് കളയില്ല, ലോസ് ചെയ്യൂല. ഇതിന്ന് കൊടുത്തു വിടാൻ സാധനം എവിടെയും കളയാൻ നേരെ നമുക്ക് കിട്ടും. ഇതാ അടുത്ത പേജിൽ നമുക്ക് ഇതിനെ ബാക്കി പഠിക്കാണ്ട് ഇതാ നോക്കി. To distance places with the speed of light. This is the reason for using optical fibers cable in communication. The use of optical fibers in the medical field is increasing day by day. Collect information regarding this and present in the class. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലും ആവശ്യമില്ലാത്തതാണ്, വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇമ്പോർട്ടൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് കടന്നാലോ. അപ്പോൾ നമ്മളെ കൂട്ടുകാരെ, നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞാണ്. ഇനി ലെറ്റേഴ്സും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് നമ്മളെ ചാപ്റ്റർ പൂർണ്ണമായിട്ട് എന്തായാലും ഇനി ലെറ്റേഴ്സും കൂടി കഴിയാനുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തത്. ഇനി നിങ്ങൾ ഈ ഒരു ഭാഗം കൂടി പഠിക്കുക. നിങ്ങളെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുക. ടെക്സ്റ്റ് ബുക്കും പഠിക്കുക. അന്ന് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തരാം. മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ പറഞ്ഞുതരുന്നുണ്ട്. ഇതിൽ എക്സാമൊക്കെ അടുപ്പിച്ച് വരുമല്ലോ, അപ്പോഴേക്ക് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട ഒരു വീഡിയോ വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ നമുക്ക് ഈ ലെറ്റേഴ്സിൻ്റെ വീഡിയോ കൂടി കഴിഞ്ഞിട്ട് എടുക്കാം. ലെറ്റേഴ്സ് തന്നെ ഒരു വീഡിയോ ഒക്കെ ഉള്ളതുണ്ട്. ഒരു ടോട്ടൽ 3 പേജ് തന്നെ ഉണ്ട് ഇത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാലേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് എത്തുള്ളൂ.
അപ്പോൾ ബൈ.